ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് ഫാമിലി ആയിട്ട് പുറത്ത് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയത് ചാലിയത്തേക്കാണ്. ചാലിയം ഫെസ്റ്റ് ഉണ്ടാവുന്ന സമയത്ത് പോകണമെന്ന് വിചാരിച്ചതേനു. പക്ഷെ നമുക്കങ്ങനെ ഓരോ തിരക്കും ഇതൊക്കെ ആയിട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഞമ്മക്കല്ല, ഇപ്പക്കും ഇമ്മക്കൊക്കെ. അങ്ങനെ നമ്മൾ പോകാൻ വിചാരിച്ച ദിവസം വീട്ടിൽ മാമിൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അന്ന് പോവുകയാണ്. അപ്പോൾ അന്നത്തെ ദിവസത്തെ ഒരു ഫുൾ ഡേ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ചായ കുടിക്കുകയാണ്. എന്താ പറയുക ചായക്ക്? പിന്നെ പാൽ ചായ. എങ്ങണ്ടേ വായിട്ടുണ്ട്. റയാൻ എങ്ങണ്ടേ? സൂപ്പർ. എങ്ങണ്ട് വായിട്ടുണ്ട്. ആ രസമില്ലെങ്കിലും അവന് സൂപ്പർ അറിയും. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി വേറെ കുറേ പണികളുണ്ട്. അപ്പം അതൊക്കെ എടുത്ത് ഇങ്ങിട്ട് കാണാം. അപ്പോൾ ഗൈസ്, റിഹ തൊടിക്കുന്നുണ്ട് കേട്ടോ. റിഹനെ കാണിക്കുന്നില്ല ബിക്കോസ് റിഹ ഷോൾ ഇട്ടിട്ടില്ല. റിഹ തൊടിക്കുകയാണ്. ഷേഹ അടിച്ചേരിയിട്ട് കുളിക്കാൻ പോയിക്കണ്. മക്കൾ അവിടെ കുളിച്ചിട്ട് TV കാണുന്നുണ്ട്. നമ്മൾ ചോറുന്നണം. കുളിച്ച് കഴിഞ്ഞിട്ട് എന്നിട്ട് കാണാം. ഈ പെൺകുട്ടി ആമയുടെ പുറത്തോട് നീക്കം. ഞാനിതാ തിരുമ്പി ഇട്ടിക്കണം കേട്ടോ. ഡ്രസ്സൊക്കെ കുറച്ച് തിരുമ്പിയൊക്കെ ഇട്ടിക്കണം. അപ്പോൾ ഗായ്സ്, നമ്മൾ മാറ്റി ഇനി പോവാൻ നിൽക്കാണ് കേട്ടോ. അപ്പം സർപ്രൈസ് ആണ്. ഒരാളോട് ചെടി ഇട്ടിട്ടുണ്ടേ. റിഹ അവിടെ ഇസ്തിരി ഇടുന്നുണ്ട്. ഇസ്തിരി. പിന്നെ നമ്മള് സമയം ക്ലോക്കിൽ ഏറായിട്ടുള്ളൂ കേട്ടോ. 5:30 സമയം. വെയിലുണ്ടായിട്ടാ. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങണം എന്ന് വിചാരിച്ചതേനു. പക്ഷെ നമ്മളെല്ലാവരും മാറ്റിയൊക്കെ വന്നപ്പോഴത്തേക്ക് സമയം ജസ്റ്റ് അങ്ങോട്ട് മാറി. 6 മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ വേഗം ഫാസ്റ്റിൽ വിടുകയാണ്. അപ്പം വണ്ടിയിൽ നിന്നാണ് നമ്മൾ ഫിക്സ് ചെയ്തത് ചാലിയത്തേക്ക് പോകണോ ബേപ്പൂരിലേക്ക് പോകണോ എന്നുള്ളത്. ബേപ്പൂരിലേക്ക് കുറേ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാലിയത്തേക്ക് അങ്ങനെ പോയിട്ടില്ല. നമ്മൾ വിചാരിച്ചെന്നാൽ ഇപ്രാവശ്യം ചാലിയത്തേക്ക് തന്നെ അങ്ങോട്ട് പോകാമെന്ന് കേട്ടോ. അങ്ങനെ പിന്നെ ഈ നേരമില്ലാത്ത നേരത്ത് തിരക്കിട്ട് പോകുമ്പോഴാണെങ്കിലോ അവിടെ ട്രെയിൻ വരുന്നതിനെ കൊണ്ട് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടേനു. എല്ലാം റെക്കോർഡല്ലേ? വഴണ്ടന്മാരെ പങ്കെടുക്കൂലേ? ഇല്ല. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ അവിടെ എത്തിയ സമയത്താണെങ്കിൽ നമ്മൾ പാർക്കിങ്ങിനുള്ള ഒരു സ്ഥലം തപ്പണ പണിയിലായിരുന്നു. അപ്പോൾ നമ്മൾ ജങ്കാറിൽ കയറണം എന്ന് വിചാരിച്ചു. പക്ഷേ ജങ്കാർ ലാസ്റ്റ് ട്രിപ്പ് ചെയ്യുന്നു. നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ അതവിടെ ഉപേക്ഷിച്ച് നമുക്ക് നേരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബീച്ചിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു സ്ഥലത്ത് കൂടെ നടക്കുമ്പം നല്ല ഇരുട്ടൊക്കെ ആയിരുന്നു. നമ്മൾ വരുമ്പോൾ കുറച്ചും കൂടി ഇരുട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ ഇതിൽ കൂടെ നടന്നിട്ട് എല്ലാവരും അവിടെ എത്തും. അവിടെ എത്താമെന്ന് പറയുമ്പോൾ ഈ ഒരു സ്ഥലത്തെത്തും. അത്യാവശ്യം കുറേ നടക്കാനുണ്ട്. പക്ഷേ നല്ല രസമുണ്ടാവും. നല്ല കാറ്റൊക്കെ ഉണ്ടായിട്ട് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നടക്കുമ്പം നല്ല രസമൊക്കെ ഉണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഐസ്ക്രീം വാങ്ങാൻ വന്നിട്ടാണ്. പച്ചമുളകിൻ്റെ ഐസ്ക്രീം ഒറ്റൊന്ന് വാങ്ങി നോക്കി. ഇത് വെറുതെ പച്ചമുളക് ഐസ്ക്രീം ഒന്ന് വാങ്ങിക്കുന്നു. ബാക്കിയോട് കട്ടെടുത്തോ കേട്ടോ. റിയാൻ എങ്ങണ്ടേ? പിന്നാണെങ്കിൽ
ഇതാണെങ്കിൽ നമ്മൾ വീഡിയോസിൽ കാണുന്ന പോലെ ഒഴിഞ്ഞെടുക്കണ ചാലിയം ബീച്ചൊന്നുമല്ല കേട്ടോ. ഞായറാഴ്ച അതിനെക്കൊണ്ട് ഉള്ള തിരക്കാണോ എന്ന് അറിയില്ല. എന്തായാലും നമ്മൾ പോയതൊരു ഞായറാഴ്ച രാത്രിയിനും, അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള തിരക്കുണ്ടാവും. പിന്നെ വൈകുന്നേരത്തിനേക്കാളും ആൾക്കാർ കൂടുതലുണ്ടാവുക രാത്രിയാണ്. പിന്നെ നമ്മൾ ബീച്ചിൻ്റെ ആ ഒരു സൈഡിൽ പോയി തിരിക്കാന്ന് വിചാരിച്ച്, കാരണം മക്കളൊക്കെ വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട് വെള്ളത്തിൽ കളിക്കണം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നെ ആണെങ്കിൽ അവിടെ നമ്മളിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ കേട്ടോ. അവിടെ നല്ല വെളിച്ചം കണ്ടപ്പം അവിടെ നിന്ന് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പൂയിലേക്ക് വന്നതാണ്. ഇത് ബീച്ച് വന്നാൽ പൂയി തൊടാണ്ട് പോകാൻ പാടില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് പട്ടാണ്. പക്ഷേ വെളിച്ചില്ലാത്തതിനെ കൊണ്ട് പട്ടൊന്നും കറക്റ്റ് കാണുന്നില്ല കേട്ടോ. നമ്മൾ മറ്റേ കോഴിക്കോട് ബീച്ചിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല വെളിച്ചം ഉണ്ടാവും, പട്ടൊക്കെ കറക്റ്റ് കാണും. ഇതങ്ങനെ കാണുന്നില്ല. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഇതാ മക്കൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ വെളിച്ചില്ലാത്തതിനെ കൊണ്ട് ഫ്ലാഷൊക്കെ ഓൺ ആക്കിയിട്ടൊക്കെയാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ ഇരുന്നിട്ടോ. അത്യാവശ്യം കുറച്ച് നേരം നല്ലോണം നമ്മൾ അവിടെ ഇരുന്നേനു. പിന്നെ ഇരുട്ടായതിനെ കൊണ്ട് തന്നെ മക്കളൊന്നും കറക്റ്റ് കാണുന്നില്ല. അപ്പോൾ നമ്മൾ ക്യാമറ ഒക്കെ ഓഫ് ചെയ്തിട്ട് മക്കൾ വെള്ളത്തിൽ കളിക്കുമ്പോൾ ഓരോക്കെ നോക്കി അങ്ങനെ അവിടെ നിന്ന്. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ബീച്ചിൽ എവിടെ അപ്പം നമ്മളിനി കുറച്ച് നേരം ഇവിടെ ഉന്നാസം കിട്ടും. അതെ കുറച്ച് നേരം ഉന്നാസാ. നല്ല ഇരുട്ടുണ്ട്, വെളിച്ചൊന്നുമില്ല കേട്ടോ. ഗൈസ് നമ്മളെന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പോവാണ്. അപ്പോൾ ഇവർ രണ്ടാളുടെ ഒരാൾക്കാരെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ നടക്കാണ്. ഗോസിപ്പ് ഇവരെ മെയിൻ സംഭവം അതാണ്. അങ്ങനെ നമ്മൾ ഉപ്പിലിട്ടതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ബീച്ചിൽ വന്നാൽ ഇതൊന്നും മേടിക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉപ്പിലിട്ടതൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഏതാണെന്നൊക്കെ അങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ട് നിൽക്കുകയാണ്. ഇതൊന്നും പിടിച്ചിട്ടില്ല, പിന്നെന്താ കളിക്കണ. അങ്ങനെ നമ്മൾ കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പീടികയിലേക്ക് പോയതാണ് കേട്ടോ. അപ്പം മേടിച്ചപ്പോൾ സംഭവമാണെന്ന് നോക്കിയപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അവിടുത്തെ അച്ചാറൊന്നും അത് വലിയ ടേസ്റ്റില്ല. നമ്മൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് മേടിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ് ഉണ്ടാവും. ആ ഒരു പഴയ ടേസ്റ്റ് ഒന്നും ഇപ്പോൾ ഇതിനൊന്നും കിട്ടണില്ല. അപ്പോൾ നമ്മൾ നെല്ലിക്കയും അതുപോലെ പൈനാപ്പിളും മാങ്ങയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പൈനാപ്പിൾ പിന്നെയും ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ബാക്കിയൊന്നും അങ്ങനത്തെ വലിയ ടേസ്റ്റ് ഇല്ലേനു. പിന്നെ മക്കൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വീണ്ടും വന്ന് ഇങ്ങനെ ഓരോന്നും ചോദിക്കണമൊക്കെ ഉണ്ട്. കാരണം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകാനുള്ളതിനെ കൊണ്ട് തന്നെ ഓരോ ഡ്രസ്സൊക്കെ നനയും, വേറെ ഡ്രസ്സ് എടുത്തിട്ടുമില്ല. അപ്പോൾ വെള്ളത്തിലിറങ്ങിയാൽ നടക്കില്ല. അങ്ങനെ ജസ്റ്റ് ഒന്ന് കളിക്കാൻ വേണ്ടി വിട്ട് അവിടെ തന്നെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാനും റീയും ഷേയും കൂടി ജസ്റ്റ് ഒന്ന് ആ ഭാഗത്തേക്കൊക്കെ പോകാൻ വിചാരിച്ചിട്ട് നമ്മളങ്ങനെ അങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴാണെങ്കിലോ അവിടെ ഫുള്ള് നല്ല പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പാട്ടത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും, എന്നെക്കൊണ്ട് പാട്ടൊന്നും കൊടുക്കണില്ല. അങ്ങനെ നമ്മളവിടെ ഇരുന്നപ്പോഴുള്ള കാണുന്ന വ്യൂ ഇതാണ്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മൾ പോവാണ് അല്ലേ, ഒരു സ്ഥലത്തേക്ക് പോവാണ്, ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് സൂഫി പോവാം. സൂഫി അല്ലെങ്കിൽ അറേബ്യൻ മജ്ലിസോ പോകാം, ഫിക്സ് ചെയ്തിട്ടില്ല. ഇതാണ് പൂയിന്ന് ഇറങ്ങിയപ്പോൾ മക്കളുടെ കോലം. നമ്മളെ നേതാവാണ് നിയന്ത്രിക്കുന്നത്. നേതാവ് എന്ത്. പിന്നെ അവിടെ സ്പീഡ് ബോട്ട്, പിന്നെ സ്ലോ ആയിട്ട് പോണ ബോട്ട്, അങ്ങനത്തെ ഒരു ഐറ്റംസൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അറേബ്യൻ മജ്ലിസിലേക്കാണ് കേട്ടോ, മന്തി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. വേഗം കഴിഞ്ഞല്ലോ. So guys, നമ്മൾ അറേബ്യൻ അപ്പോൾ ഗൈസ് നമ്മൾ കൈ കഴുകാൻ വന്നതാണ്. നമ്മൾ അറേബ്യൻ മജ്ലിസിലാണുള്ളത്.
പ്രൊഡ്യൂസർ പോളിയില്ല. ഇതൊന്നും ഒരു പീസത്ത് മുന്നാക്കി എടുത്താക്കാം. അത്യാവശ്യം നല്ല ഫേമസ് ആയൊരു മന്തി ഷോപ്പ് അതിനെക്കൊണ്ട് തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ മന്തി കിട്ടിയത്. പക്ഷെ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റുള്ള മന്തിയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ബീഫ് മന്തിയാണ് ഓർഡർ ചെയ്തത്. ഇപ്പോൾക്ക് ചിക്കനേക്കാൾ ഇഷ്ടം ബീഫാണ്. പക്ഷേ തിന്ന് കഴിഞ്ഞപ്പം ഇപ്പോൾക്ക് ഇഷ്ടപ്പെട്ടത് നമ്മളെ ചിക്കനാണ്. ഇപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പം ചിക്കനാണ് ഇപ്പോൾക്ക് ഒന്നും കൂടി ഇഷ്ടമായത് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വേറെ അടിപൊളി കുറേ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഈ വീഡിയോ എങ്ങനെ ഉണ്ടെന്നും അഭിപ്രായങ്ങളും എല്ലാവരും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അങ്ങനെ നമ്മൾ വേറൊരു അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരോടും ബൈ.